പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മണർകാട് കാവലിലാണ്. നമ്മളിതിലെ പോകുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ വഴിയുടെ സൈഡിൽ 2-3 ലോറികൾ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത്. അതിപ്പോൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൂലം ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിന്റെ തൊട്ട് പരിസരത്തൊക്കെ മലമൂത്ര വിസർജനമൊക്കെ നടക്കുന്നു. ഇവിടെ ഒരു കടയുണ്ട്, കടക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ പെട്രോൾ പമ്പുണ്ട്, പള്ളിയുണ്ട്, ഇതിന്റെയൊക്കെ മുന്നിലാണ്. അപ്പോൾ ഇത് പഞ്ചായത്ത് അധികാരികളും പോലീസ് അധികാരികളും ഒന്ന് ശ്രദ്ധിക്കുക. മണർകാട് കവലയിൽ നിന്ന് പുതുപ്പള്ളിക്ക് പോകുന്ന വഴിക്കാണ്. ഇവിടുന്ന് തിരിഞ്ഞാണ് പുതുപ്പള്ളിക്ക് പോകുന്നത്. ബൈപ്പാസാണ്. ഈ ബൈപ്പാസിൻ്റെ സമീപത്താണ് 2-3 ഉപയോഗശൂന്യമായ ലോറികൾ കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് ഇവിടെ കിടക്കുന്ന മൂലം ഈ പരിസരം മുഴുവൻ കാട് പിടിച്ച് കണ്ടോ. ഇത് സ്വകാര്യ വ്യക്തിയുടെ വാഹനമാണ്. ഇവിടെ മണർകാട് പഞ്ചായത്ത് അധികാരികളും പോലീസ് അധികാരികളും ഇതുപോലെ ഒരു വാഹനം ഇതുപോലെ വർഷങ്ങളായിട്ട് ഇതിവിടെ കിടന്ന് തുരുമ്പ് പിടിക്കുക. അവർക്കാർക്കും യാതൊരു പരാതിയില്ല. അല്ലാത്തവരുടെ വാഹനം ഒരു ദിവസം വഴിയിലിരുന്ന പോലീസ് അധികാരികൾ ഉടനെ മാറ്റാൻ പറഞ്ഞ് അന്നേരം തന്നെ നോട്ടീസ് തരും. കണ്ടോ, ഇതിൻ്റെ തൊട്ട് സമീപം ഒരു ചെറിയ ചായക്കടയുണ്ട്. ആ ചായക്കട അവിടെ വരുന്ന ആൾക്കാർ പറയുന്നത് അവിടെ ഭയങ്കര എല്ലാവരും ഈ വണ്ടിയുടെ മറവിലാണ് മലമൂത്ര വിസർജനം എല്ലാം നടത്തുന്നത്. ഇതിൻ്റെ തൊട്ട് വാതിക്കൊരു പള്ളിയുണ്ട്, ഒരു പെട്രോൾ പമ്പുണ്ട്. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരികളും അല്ലെ പോലീസ് അധികാരികളും ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു നടപടി, ഈ വാഹനം ഇവിടുന്ന് മാറ്റണം. അത്യാവശ്യമായ കാര്യമാണ്. ഇതൊക്കെ വണ്ടി ഉപയോഗശൂന്യമാണെങ്കിൽ ആക്രിക്ക് കൊടുക്കും. ഇവിടെ കിടന്ന് മനുഷ്യന് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതെ ഒരു കാഴ്ച മറക്കുകയാണ് വരുന്ന വാഹനങ്ങളുടെ. ഈ സൈഡ് വഴിയൊക്കെ വരുമ്പോഴത്തേന് ധാരാളം ഈ റോഡ് നല്ലതായതുകൊണ്ട് മിക്കപ്പോഴും ഇവിടെ അപകടങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ ഒരാൾ മരിച്ചതാണ്. എത്രയും പെട്ടെന്ന് ഈ വാഹനം നീക്കാൻ വേണ്ടിയുള്ള നടപടി പഞ്ചായത്ത് അധികാരികളുടെയും പോലീസ് അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു.